നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ അപ്ലൈഡ് കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിലെ മൊഡ്യൂൾ 2A ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 10 ആണ്. അപ്പൊ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 10 എന്താണെന്ന് നോക്കാം. കർണാടക പ്രോഡക്ട്സ് ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് എ കെമിക്കൽ ഇൻ 3 processes. The details of these 3 processes are as follows. കർണാടക പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിംഗ് കൺസേൺസ്, അവർ മാനുഫാക്ചർ ചെയ്യുന്നതാണ് കെമിക്കൽസ് ആണ്. അത് 3 പ്രോസസ്സിലൂടെയാണ് ഈ കെമിക്കൽസിന്റെ മാനുഫാക്ചറിംഗ് നടക്കുന്നത്. അപ്പൊ ആ 3 പ്രോസസ്സിന്റെ കാര്യം താഴെ പറയുന്നുണ്ട്. ഒന്ന്, ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്, അതായത് ഓരോ പ്രോസസ്സ് ഇവിടെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത്രയും നാളും പഠിച്ച എന്താണ്, പ്രോസസ് വണ്ണിൽ പ്രോസസ് നടന്നിട്ട് അതിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് അടുത്ത പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നാൽ ഇവിടെ പറയുന്നത് ഇത് ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അടുത്ത പ്രോസസ്സിലോട്ട് മാറ്റുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് നമ്മൾ വെയർ ഹൗസിലോട്ട് സെയിൽസിന് വേണ്ടി ഇപ്പൊ പ്രോസസ് വണ്ണിൽ നിന്ന് നമ്മൾ എന്താണ് പ്രോസസ് നടത്തിയിട്ട് അതിന്റെ ഫിനിഷ്ഡ് ഗുഡ്സിൽ കുറച്ച് മാത്രം അടുത്ത പ്രോസസ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, വെയർ ഹൗസിലോട്ട് അയക്കും, വിൽക്കുന്നതിന് വേണ്ടിയിട്ട് വെയർ ഹൗസിലോട്ട് കൊടുക്കണം. അത് മാത്രമാണ് ഇതിന് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ വെച്ച് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞത് പ്രോസസ് വണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്, അതായത് പ്രോസസ് 2 ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 66 and 2/3% ആണ്. അപ്പൊ 66 and 2/3 എന്ന് പറയുമ്പോൾ എന്താണ്, 66.666 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയോ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് ഫോർ സെയിൽസ്, നമ്മൾ ആ പ്രോസസ് വണ്ണിന്റെ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്നും വെയർ ഹൗസിലോട്ട് സെയിൽസിന് വേണ്ടിയിട്ട് അയച്ചത് 33 and 1/3%. 33 and 1/3 എന്ന് പറഞ്ഞ എന്താണ്, 33.333 എന്നങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. ഇനി പ്രോസസ് 2ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ 60% മാത്രം, പ്രോസസ് 2ന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ 60% മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് 3 ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 40% നമ്മൾ എന്ത് ചെയ്തു, സെയിൽസിന് വേണ്ടി വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പ്രോസസ് 3യുടെ കാര്യം പറഞ്ഞാൽ ഫുള്ള് നമ്മൾ എന്ത് ചെയ്തു, വെയർ ഹൗസ്, കാരണം പ്രോസസ് 3 ആകുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആവും, ഇനി അടുത്ത പ്രോസസ് ഇല്ല. അതുകൊണ്ട് പ്രോസസ് 3യുടെ ഫുള്ളി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, വെയർ ഹൗസിലോട്ട് സെയിൽസിന് വേണ്ടിയിട്ട് അയക്കുന്നു. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്, ഇൻ ഈച്ച് പ്രോസസ്, ഓരോ പ്രോസസ്സിനകത്തും ഔട്ട് ഓഫ് ദ ടോട്ടൽ വെയിറ്റ് പുട്ട് ഇൻ 4% is wasted and 6% is scrap. അപ്പൊ ഇവിടെ കെമിക്കൽ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഈ ടോട്ടൽ വെയിറ്റിന്റെ, ആ കെമിക്കലിന്റെ ടോട്ടൽ വെയിറ്റിന്റെ എല്ലാ പ്രോസസ്സിൽ വെച്ചിട്ടും ടോട്ടൽ വെയിറ്റിന്റെ 4% എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റിനകത്ത് കുറവ് വരുന്നു. ഓക്കെ, വേസ്റ്റ് ആയി പോകുന്നു. കാരണം കെമിക്കൽ അല്ലേ, വല്ല ഇവാപറേഷൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ കാരണമൊക്കെ എന്ത് ചെയ്യും, അത് ഇവാപറേറ്റ് ചെയ്തൊക്കെ കുറച്ച് 4% എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ആവുന്നുണ്ട്. 6% എന്താ, സ്ക്രാപ്പ് ആവുന്നുണ്ട്. സ്ക്രാപ്പ് ആയത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 6 രൂപ, പ്രോസസ് 1ലാണെങ്കിൽ ആ സ്ക്രാപ്പ് ആയിട്ടുള്ളത് 6 രൂപയ്ക്ക് നമ്മൾ വിൽക്കും. പ്രോസസ് 2 10 രൂപയ്ക്കും പ്രോസസ് 3 12 രൂപയ്ക്കുമാണ് നമ്മൾ വിൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മുടെ ടോട്ടൽ വെയിറ്റിനകത്ത് വല്ല ലോസ് വന്നാലും നമ്മൾ അത് എന്ത് ചെയ്യും, യൂണിറ്റിൽ മാത്രം കാണിക്കും. അല്ലെ, ക്രെഡിറ്റ് സൈഡ്, പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഈ സ്ക്രാപ്പ് വല്ലതും സംഭവിച്ചാൽ അത് നമ്മൾ റിയലൈസ് ചെയ്യുവാണെങ്കിൽ, അല്ലെ ആ സ്ക്രാപ്പ് നമ്മൾ വിൽക്കുന്നു എന്ന് പറയുന്നത്, അത് നമ്മൾ എവിടെ കാണിക്കും, പ്രോസസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ യൂണിറ്റിലും കാണിക്കും, എമൗണ്ട് കോളത്തിലും കാണിക്കും. Then നോക്കിയേ, പിന്നെ പറയുന്നത് ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ 2013 ദ ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആർ. ഇനി 2013 ഒക്ടോബറിൽ ഓരോ പ്രോസസ്സിലും സംഭവിച്ച എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. നോക്കിയേ, പ്രോസസ് 1ൽ 2800 ടൺസ് ഓഫ് മെറ്റീരിയൽ, ഒരു ടണ്ണിന് പെർ ടണ്ണിന് 40 രൂപ വെച്ചിട്ട്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് എല്ലാം നമ്മൾ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. പ്രോസസ് 2ൻ്റെത് 320 ടൺസ് ഓഫ് മെറ്റീരിയൽ അറ്റ് ₹64 per ton. ദെൻ പ്രോസസ് 3 പറയുന്നത് 2520 ടൺസ് ഓഫ് മെറ്റീരിയൽ അറ്റ് ₹28 per ton എന്നും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്താണ്, നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഓരോ പ്രോസസ്സിന്റെയും മെറ്റീരിയൽ കോസ്റ്റ് അതാത് പ്രോസസ് അക്കൗണ്ടിൽ കാണിക്കണം. ദെൻ ലേബർ കോസ്റ്റും തന്നിട്ടുണ്ട്. പ്രോസസ് 1ന്റെ 20,680, പ്രോസസ് 2ന്റെ 12,560, പ്രോസസ് 3യുടെ 11,580. ഇനി പറയുന്നത് ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ 2013, 2013 ഒക്ടോബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് 15,567 രൂപ ടോട്ടൽ ആണ് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് വിച്ച് ഈസ് ടു ബി ചാർജ്ഡ് ഈക്വലി ഫോർ ഓൾ ദ പ്രോസസ്. അപ്പൊ ഈ മൊത്തത്തിലാണ് 15,567 എന്ന് പറയുന്നത്. ഈ ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രോസസ്സിനും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടോട്ടലിനെ നമ്മൾ 3 കൊണ്ട്, ഇവിടെ മൊത്തം 3 പ്രോസസ് ആയതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും,
ഓരോ പ്രോസസ്സിന്റെയും എന്താണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ കോസ്റ്റ് പെർ ടൺ ഇൻ ഈച്ച് പ്രോസസ്സും കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഓരോ പ്രോസസ് അക്കൗണ്ടുകൾ വരയ്ക്കാം. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ ആദ്യം തന്നെ പ്രോസസ് 1 അക്കൗണ്ടാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഡെബിറ്റ് സൈഡിൽ ഈ പ്രോസസ് 1മായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റ് എല്ലാം നമുക്ക് കാണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ കാണിക്കുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഈ പ്രോസസ് 1ലേക്ക് നമ്മൾ എത്ര മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചത് അത് വേണം ആദ്യം കാണിക്കാൻ. നമുക്കിവിടെ തന്നിട്ടുണ്ട്, നോക്കിയേ, പ്രോസസ് 1ല് 2800 ടൺസ് ഓഫ് മെറ്റീരിയൽ അറ്റ് ₹40 per ton എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം മെറ്റീരിയൽ. ഫസ്റ്റ് കോളം എന്താണ്, യൂണിറ്റ് ആണ് കാണിക്കേണ്ടത്. ഇവിടെ എത്രയാണ്, 2800 എന്ന് പറയുന്നുണ്ട്, അത് എഴുതുക. തൊട്ടടുത്ത റുപ്പീസിന്റെ കോളത്തിൽ എഴുതേണ്ടത് 2800 ഒരു ടണ്ണിന് 40 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 2800 × 40 ആണ് നമ്മളിവിടെ കാണിക്കേണ്ട 1,12,000. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി ലേബർ കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഡയറക്റ്റ് തന്നിട്ടുണ്ട്, പ്രോസസ് 1ലെ 20,608 ആണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എഴുതാം ലേബർ എമൗണ്ട് കോളത്തിൽ എഴുതുക 20,608. ദെൻ അടുത്ത നോക്കിയേ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ ആകെ നമുക്ക് തന്നിരിക്കുന്ന ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് മാത്രമാണ്. ഇവിടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 15,567 എന്നുള്ളത് ടോട്ടൽ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് ഓരോ പ്രോസസ്സിനും ഈക്വൽ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, /3. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 5,189 കിട്ടും. ഓക്കെ, കാരണം ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഓരോ പ്രോസസ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് ചാർജ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു. അപ്പൊ നമുക്കിവിടെ എഴുതാം, എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എമൗണ്ട് കോളത്തിൽ എഴുതുക 5,189. അപ്പൊ നമ്മളിവിടെ കോസ്റ്റ് എല്ലാം കാണിച്ചു. ഇനി നമ്മൾ നോക്കിയാൽ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഓരോ പ്രോസസ്സിനെയും ടോട്ടൽ വെയിറ്റിനകത്ത് 4% എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ വേസ്റ്റ് ആവുന്നുണ്ട് അല്ലെ, അതായത് നമ്മുടെ ടോട്ടൽ വെയിറ്റിനകത്ത് ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ലോസ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ യൂണിറ്റിനകത്ത് നിന്ന്, അതായത് നമ്മളിപ്പോ 2800 മെറ്റീരിയൽ ആണ് നമ്മൾ ഈ പ്രോസസ് 1ൽ ഉപയോഗിച്ചത്. അതിനകത്ത് നമ്മൾ ഈ ഒരു പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു 4% യൂണിറ്റ് എന്ത് ചെയ്യും, നഷ്ടം വരും അല്ലെങ്കിൽ കുറവ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. നമുക്ക് എഴുതാം ലോസ് ഇൻ വെയിറ്റിനകത്ത് എന്ത് ചെയ്യും, കുറവ് വരും. എത്രയാണ്, 4%. എത്രയാണ്, 2800 യൂണിറ്റ് ആണ് നമ്മൾ മൊത്തം ഈ പ്രോസസ് 1ൽ ഉപയോഗിച്ചത്. അതിന്റെ 4% എങ്ങനെ പോയാൽ എന്ത് ചെയ്യും, ഒരു ലോസ് സംഭവിക്കും. അപ്പൊ എത്ര വരും, 112 യൂണിറ്റ് എന്ന് വരും. അപ്പൊ നമ്മൾ യൂണിറ്റിന്റെ കോളത്തിൽ എഴുതുക 112. ഓക്കെ, ഇനി അതിനോടൊപ്പം പറയുന്നുണ്ട് 6% എന്ത് സംഭവിക്കും, സ്ക്രാപ്പ് സംഭവിക്കും. അപ്പൊ ഈ സ്ക്രാപ്പ് സംഭവിച്ചാൽ, അതായത് നോർമൽ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ, അപ്പൊ ഈ സ്ക്രാപ്പ് സംഭവിച്ചാൽ ഈ സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും, അതായത് എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട്, സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ നമുക്ക് എഴുതാം സ്ക്രാപ്പ് വാല്യൂ. ഇവിടെ എത്ര ശതമാനമാണ്, എത്ര യൂണിറ്റ് ആണോ അതിന്റെ 6% എന്ന് പറയുമ്പോൾ 2800 യൂണിറ്റ് ആണ് ഇവിടെ മൊത്തം. അതിന്റെ 6% എന്ത് സംഭവിക്കും, സ്ക്രാപ്പ് സംഭവിക്കും. അപ്പം 168 യൂണിറ്റ് ഇവിടെ എന്ത് സംഭവിക്കും, സ്ക്രാപ്പ് സംഭവിക്കും. അപ്പൊ നമുക്ക് എഴുതാം 168. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നുണ്ട് അല്ലെ, എത്ര രൂപ വെച്ചാ, ഒരു യൂണിറ്റ് 6 രൂപ വെച്ച് വിൽക്കുന്നു. അപ്പൊ 168 × 6 വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എമൗണ്ട് കോളത്തിൽ കാണിക്കാൻ. എത്ര വരും, 1008. ഇതിവിടെ എഴുതാൻ കാര്യം എന്താണ്, ഈ സ്ക്രാപ്പ് നമ്മൾ വിൽക്കുന്നത് കൊണ്ടാണ്, റിയലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. നോക്കിയേ, ഇനി പറയുന്നുണ്ട് ഈ പ്രോസസ് 1ലെ 66 and 2/3% മാത്രമേ നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. 33 and 1/3% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു സെയിലിന് വേണ്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇത്രയും ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കിട്ടി. ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ എന്ത് ചെയ്യണം, 33.333% വരും. അതായത് 33 and 1/3 എന്ന് പറഞ്ഞാൽ 33.333 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് എഴുതാം, ട്രാൻസ്ഫേർഡ് ടു വെയർഹൗസ്.
നമ്മൾ വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എഴുതാം. മൊത്തം നമുക്ക് 2800 ആയിരുന്നു. അതിൽ നിന്ന് ഒരു 112 യൂണിറ്റ് എന്ത് ചെയ്തു? നഷ്ടം വന്നു. കൂടാതെ എന്ത് ചെയ്തു? 168 യൂണിറ്റ് എന്ത് സംഭവിച്ചു? സ്ക്രാപ്പും സംഭവിച്ചു. ഇതെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി 2520 യൂണിറ്റ് പ്രോഡക്റ്റ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. ഈ എങ്ങനെ മനസ്സിലായോ? മൊത്തം 2800 യൂണിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ പ്രോസസ്സിനിടയ്ക്ക് ഒരു 112 യൂണിറ്റ് എന്ത് ചെയ്തു? ലോസ് സംഭവിച്ചു, നഷ്ടമായി. പിന്നെ 168 യൂണിറ്റ് സ്ക്രാപ്പും വന്നിരുന്നു. ഇനി നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയാൻ 2520 യൂണിറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഡെബിറ്റ് സൈഡിലുള്ള യൂണിറ്റിൽ നിന്നും ഈ ക്രെഡിറ്റ് സൈഡിലുള്ള യൂണിറ്റ് കുറച്ചതാണ് ഇത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഉള്ള 2520 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മളുടെ ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, ഇതിൻ്റെ 33.33% നമ്മൾ എന്ത് ചെയ്യും? വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് 33.33 ഇട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? പോയിന്റ് സംഖ്യ വരാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി 0.333 ഒരു 4 ഡിജിറ്റ് വരെയൊക്കെ എടുക്കണം പോയിന്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 840 യൂണിറ്റ്. അപ്പം 840 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ 2520 യൂണിറ്റിൽ 840 യൂണിറ്റ് നമ്മൾ വെയർ ഹൗസിലോട്ട് അയച്ചു. ഇനി നോക്കിയാൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ വെയർ ഹൗസിലോട്ട് അയച്ചപ്പോൾ അതിന് എന്ത് പെർ യൂണിറ്റ് വില കൊടുക്കണം എന്ന് കണ്ടുപിടിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് എടുക്കുക. ഈ ടോട്ടൽ കോസ്റ്റിൽ നിന്നും നമുക്ക് എന്തെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതിൽ നിന്നും നമ്മളുടെ ടോട്ടൽ യൂണിറ്റിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലുള്ള ലോസും സ്ക്രാപ്പ് യൂണിറ്റും കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,37,797 രൂപയാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ്. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്രാപ്പ് വിറ്റപ്പോൾ ഒരു 1008 രൂപ നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. എത്ര കുറയും? 1008 രൂപ കുറയുമ്പോൾ ബാക്കി നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,36,789 രൂപയായി നമ്മുടെ കോസ്റ്റ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇപ്പം നിലവിലുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം 2800 ആയിരുന്നു. അതിൽ നിന്നും 112 നഷ്ടമായി, 168 സ്ക്രാപ്പും സംഭവിച്ചു. ബാലൻസ് എത്രയായിരുന്നു? 2520 യൂണിറ്റ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ളത്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർ യൂണിറ്റ് കിട്ടും. അപ്പം നമുക്കിങ്ങനെ ഡിവൈഡ് നോക്കാം. എന്തായിരുന്നു? 1,36,789 2520 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 54.2813. അപ്പൊ നമുക്കിവിടെ എത്ര കിട്ടി? 54.2813 എന്ന് കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം? അറ്റ് 54.2813 കൊടുക്കാം. അപ്പൊ 840 യൂണിറ്റിന് 54 രൂപ 28 പൈസ വെച്ച് കൊടുക്കും. നമുക്ക് എത്ര വരും? 45,596 രൂപ വരെ എടുത്താൽ. ഇനി നോക്കിയേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 2520ന്റെ 33.33% നമ്മൾ വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ബാക്കി നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോസസ് 2ലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമുക്ക് എഴുതാം പ്രോസസ് 2. നോക്കിയേ, 2520 ആണ് മൊത്തം ഉള്ളത്. അതിൽ നിന്നും 840 പോയാൽ 2520 നിന്നും 840 പോയി. ബാലൻസ് എത്രയാണ്? 1680 യൂണിറ്റ് ആണ് നമ്മൾ പ്രോസസ് 2ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 2520ന്റെ 66.666 എന്നുള്ള ആ ശതമാനം ഇട്ട് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1680 തന്നെ കിട്ടും. നമുക്ക് എഴുതാം 1680 യൂണിറ്റ്. എത്ര രൂപ വെച്ചാണ്? അറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 54.2813. അപ്പം നമുക്ക് കിട്ടുന്നത് 9192.58 എന്നാണ് കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞിട്ട് 5 അതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പം 91,192.5 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 193 എന്നങ്ങ് എഴുതാം. അപ്പൊ അതും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ടാലി ആവും. കാരണം നമ്മളിവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1,37,797 വരും. യൂണിറ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 2800 വരും. ഇവിടെ അതേപോലെ ഇവിടെയും 1,37,797.
2800. അപ്പൊ പ്രോസസ് 1 കംപ്ലീറ്റ് ആയി. എന്ത് ചെയ്യാം, പ്രോസസ് 2 അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, പ്രോസസ് 2 അക്കൗണ്ട് ആണ് നമ്മളിപ്പോ വരച്ചത്. പ്രോസസ് 2 ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, പ്രോസസ് 1 നിന്നും ട്രാൻസ്ഫർ ആയിട്ടുള്ളത് ഈ പ്രോസസ് 2 എന്താണ്, മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എഴുതാം, ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് 1 അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോസസ് 1 അക്കൗണ്ട് എന്ന് മാത്രം എഴുതിയാലും മതി. ഇവിടെ എത്ര ട്രാൻസ്ഫർ ആയത്, 1680 യൂണിറ്റ് എത്ര വെച്ചിട്ട്, 91,193 രൂപയായിരുന്നു. നമ്മൾ അത് ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മുടെ പ്രോസസ് 1 എന്ത് പറയുന്നുണ്ട്, മെറ്റീരിയൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എഴുതാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു മെറ്റീരിയൽ എത്രയാണ്, യൂണിറ്റ് 320 യൂണിറ്റ് എത്ര രൂപ വെച്ചിട്ടെന്നാണ് പറഞ്ഞത്, 64 വെച്ച്. അപ്പൊ 320 × 64 എന്ന് പറയുന്നത് 20,480 കിട്ടി. ഇനി അടുത്ത എന്താണ്, ലേബർ ആണ്. അതും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ലേബർ എത്രയാണ്, 12,560. ഇനി എന്താ ഉള്ളത്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ്. നമുക്ക് എഴുതാം അഡ്മിനിസ്ട്രേഷൻ. നമ്മളത് ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. എത്രയാണ്, 5,189. നമ്മുടെ കോസ്റ്റ് എല്ലാം എഴുതി. ഇനി അടുത്ത എന്താണ്, ഈ പ്രോസസ്സിൽ നമ്മുടെ 3 പ്രോസസ്സിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ലോസ് ഇൻ വെയിറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ആദ്യം എഴുതാം, ലോസ് ഇൻ വെയിറ്റ്. അപ്പൊ നോക്കിയേ, ഇവിടെ മൊത്തം എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നോക്കാം. 1680 320 കൂടെ മൊത്തം 2000 യൂണിറ്റ് ആണ് നമ്മുടെ പ്രോസസ് 2 ഉള്ളത്. ഓക്കെ, ഈ 2000 യൂണിറ്റിന്റെ എത്ര ശതമാനമാണ്, 4% എന്ത് സംഭവിക്കും, വെയിറ്റ് ഇൻ എന്താണ്, ലോസ് ഇൻ വെയിറ്റ് സംഭവിക്കും. അതായത് 80 യൂണിറ്റ് ഇവിടെ എന്ത് സംഭവിക്കും, വെയിറ്റിനകത്ത് ലോസ് സംഭവിക്കും. അപ്പൊ നമ്മൾ യൂണിറ്റ് എഴുതി. ഇനി അടുത്ത എന്താ പറയുന്നത്, ഇവിടെയും 6% എന്ത് സംഭവിക്കുന്നുണ്ട്, സ്ക്രാപ്പ് സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ എത്ര രൂപ വെച്ചിട്ട്, 10 രൂപ വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. സ്ക്രാപ്പ് വാല്യൂ 10 രൂപയാണെന്ന് പറയുന്നു. അങ്ങനെ വിൽക്കുന്നത് കൊണ്ട് നമ്മൾ എവിടെ കാണിക്കണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ 2000 ആണ് ഇവിടെ മൊത്തം യൂണിറ്റ്. അതിന്റെ 6% എന്ന് പറയുമ്പോൾ എത്ര വരും, 120 വരും. ഈ 0 പോയി കഴിഞ്ഞാൽ 120 വരും. അപ്പൊ നമുക്ക് എഴുതാം, സ്ക്രാപ്പ് വാല്യൂ 120 യൂണിറ്റ് ആണ്. അത് എത്ര രൂപ വെച്ചാണ്, 10 രൂപ വെച്ച്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10 രൂപ വെച്ച് എന്ന് പറയുമ്പോൾ എത്ര വരും, 1200 രൂപ ഈ എമൗണ്ട് കോളത്തിൽ വരും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇനി വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എഴുതാം, ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ്. നമ്മൾ വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയാന്ന് പറയുന്നുണ്ട്, 40% നമ്മൾ വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മൊത്തം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കിയേ, മൊത്തം 2000 യൂണിറ്റ് ആണ് നമ്മുടെ ഈ പ്രോസസ് 2 ഉള്ളത്. അതിൽ നിന്നും 80 യൂണിറ്റ് നഷ്ടപ്പെട്ടു, 120 യൂണിറ്റ് എന്ത് ചെയ്തു, സ്ക്രാപ്പും സംഭവിച്ചു. ബാലൻസ് 1800 യൂണിറ്റ് ആണ് ഇപ്പൊ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ 1800 യൂണിറ്റിനകത്ത് നിന്നും 40% യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങോട്ട് അയക്കുന്നുണ്ട്, വെയർ ഹൗസിലോട്ട് അയച്ചു. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ 40% എന്ന് പറയുമ്പം 720 വരും. അതായത് 1800 × 40/100 ചെയ്തു നോക്കുക, നമുക്ക് എത്ര കിട്ടി, 720 യൂണിറ്റ് ആണ് നമ്മൾ എങ്ങോട്ട് അയച്ചത്, വെയർ ഹൗസിലോട്ട് അയച്ചത്. ഇനി അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പെർ യൂണിറ്റ് വേണം. അപ്പൊ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, നമ്മളുടെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,29,422 കിട്ടി. ഈ 1,29,422 നിന്നും നമുക്ക് റിയലൈസ് ചെയ്ത സ്ക്രാപ്പ് നമ്മൾ ആക്രി വിലയ്ക്ക് നമ്മൾ വിറ്റില്ലേ, എത്രയാ, 1200 രൂപ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ കോസ്റ്റ് അത്രയും കുറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,28,222 നമ്മുടെ കോസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, ഈ 1,28,222 എന്നുള്ള കോസ്റ്റിനെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റാ ഉള്ളത്, 1800 യൂണിറ്റ് ഇല്ലേ, മൊത്തം 2000 യൂണിറ്റ് ഉണ്ടായാൽ ഈ പ്രോസസ്സിന് നമ്മൾ ഉപയോഗിച്ച ടോട്ടൽ യൂണിറ്റ്, അതിൽ നിന്നും 80 യൂണിറ്റ് നമ്മുടെ ലോസ് ആയി, 120 യൂണിറ്റ് സ്ക്രാപ്പും ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് മൊത്തം 1800 യൂണിറ്റ് ആണ് ഫിനിഷ്ഡ് ആയിട്ട് നമ്മുടെ കിട്ടിയത്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 71.2344 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, at ₹6
71.2344. നമ്മൾ എന്തിനാ ഈ 4 ഡിജിറ്റ് ഒക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് എന്ത് ചെയ്യും, റൗണ്ടഡ് ഫിഗറിലൊന്നും വരില്ല, നമുക്ക് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. അപ്പൊ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് എങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21,289 രൂപ വരും. ഇത്രയും രൂപയ്ക്കുള്ള ഗുഡ്സ് ആണ് നമ്മൾ വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഇനി ബാക്കി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോസസ് 3. പ്രോസസ് 3 ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, മൊത്തം 1800 യൂണിറ്റിൽ നിന്നും 720 യൂണിറ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാക്കി എത്ര വരും? 1080 യൂണിറ്റ് ആണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോസസ് 3 ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റിന്റെ കോളത്തിൽ എഴുതുക 1080. ഇതും എത്ര രൂപയാണ്? അറ്റ് ₹71.2344. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 76,933 രൂപ കിട്ടും. എഴുതാം 76,933. നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടാലി ആവും. നമുക്ക് അത് യൂണിറ്റ് നോക്കുമ്പോൾ ഇവിടെ 2000, ഇവിടെ എത്ര തന്നെയാണ്? 2000. എമൗണ്ട് എല്ലാവരും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,29,422. ഇവിടെയും 1,29,422. രണ്ട് സൈഡും ടാലി ആവും. ഓക്കെ, അപ്പൊ പ്രോസസ് 2 കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? പ്രോസസ് 3 വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, നമുക്ക് പ്രോസസ് 3 അക്കൗണ്ട് ചെയ്യാം. പ്രോസസ് 3 എന്തായിരുന്നു? പ്രോസസ് 2 നിന്നും പ്രോസസ് 3 ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ എങ്ങനെ എഴുതാം? ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് 2 അക്കൗണ്ട് എന്ന് എഴുതാം. ഇല്ലെങ്കിൽ പ്രോസസ് 2 അക്കൗണ്ട് എന്ന് എഴുതിയാലും മതി. പ്രോസസ് 2 അക്കൗണ്ട്. ഇവിടെ എത്ര യൂണിറ്റ് ആയിരുന്നു? 1080 യൂണിറ്റ് ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. 76,993 രൂപ വെച്ച്. ഇനി ഈ പ്രോസസ് 3 അല്ലാതെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അത് എഴുതാം. മെറ്റീരിയൽസ് എത്ര യൂണിറ്റ് ആയിരുന്നു? ഇവിടെ പ്രോസസ് 3 ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ 2,520 യൂണിറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഒരു യൂണിറ്റിന് 28 രൂപ വെച്ചിട്ടായിരുന്നു. അപ്പൊ മൊത്തം 70,560 രൂപയാണ് നമ്മൾ പ്രോസസ് 3 ഉപയോഗിച്ച മെറ്റീരിയലിന്റെ എമൗണ്ട്. ഇനി എന്താണ്? ലേബർ പറയുന്നുണ്ട് ക്വസ്റ്റ്യനില്. ലേബറിന്റെ എമൗണ്ട് എത്രയാണ്? 11,580. ഇനി എന്താണ്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നമ്മളിവിടെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ എത്ര വരും? 5,189. ഇനി എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ ആദ്യം തന്നെ ഇവിടെ എന്തുണ്ട്? ലോസ് ഇൻ വെയിറ്റ്. എല്ലാ പ്രോസസ്സിലും 4% എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൊത്തം ഉള്ള യൂണിറ്റ് കണ്ടുപിടിക്കണം. നോക്കി, ഇവിടെ മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? 1080ഉം 2,520. രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൊത്തം 3,600 യൂണിറ്റ് ആണ് നമ്മുടെ ഈ പ്രോസസ് 3 മൊത്തം ഉള്ളത്. ഈ 3,600 യൂണിറ്റിന്റെ എത്ര ശതമാനം? 4% എന്ത് സംഭവിക്കും? വെയിറ്റ് ലോസ് സംഭവിക്കും. അപ്പം 3,600ന്റെ 4% എന്ന് പറയുമ്പം 244 യൂണിറ്റ് ആണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? വെയിറ്റ് ലോസ് സംഭവിച്ചത്. അപ്പൊ നമ്മളത് കാണിച്ചു. ഇനി നോക്കിയേ, ഇവിടെ 6% സ്ക്രാപ്പ് ഉണ്ട് അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്നുണ്ട്. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? ഇവിടെ പറയുന്നത് 12 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതുക സ്ക്രാപ്പ് വാല്യൂ എന്ന് എഴുതുക. നമ്മൾ ആദ്യം സ്ക്രാപ്പ് കണ്ടുപിടിക്കണം. നോക്കിയേ, 3,600 യൂണിറ്റ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്. അതിന്റെ 6% എന്ന് പറയുമ്പോൾ 216 യൂണിറ്റ് ഇവിടെ എന്ത് സംഭവിച്ചു? സ്ക്രാപ്പ് സംഭവിച്ചു. അത് നമ്മൾ 12 രൂപ വെച്ച് വിറ്റു. നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് ₹2 എന്നൊക്കെ കാണിക്കാം. നമ്മൾ നേരത്തെ എഴുതാ ₹10, അതിന് മുന്നേ എഴുതാ ₹4 എന്നൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പം എത്ര രൂപയ്ക്കാ? 12 രൂപ വെച്ച് വിൽക്കുമ്പം 2,592 രൂപ കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? ഇവിടെ വെയർ ഹൗസിലോട്ടാണ് മൊത്തം അയക്കുന്നത്. കാരണം ഇവിടെ അടുത്ത പ്രോസസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എഴുതാം എന്താണ്? വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എഴുതാം. ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ്. ഇവിടെ എത്രയാണ്? മൊത്തം നമുക്ക് 3,600 യൂണിറ്റിനകത്ത് 244 യൂണിറ്റ് എന്ത് സംഭവിച്ചു? ലോസ് സംഭവിച്ചു. 216 യൂണിറ്റ് സ്ക്രാപ്പും സംഭവിച്ചിട്ട് ബാലൻസ് എത്ര യൂണിറ്റ് ആണോ അത്രയും യൂണിറ്റ് ആണ് നമ്മൾ വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര വരും? 3,240 യൂണിറ്റ് ആണ് നമ്മൾ വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പം ഈ 3,600ൽ നിന്നും ഈ 2 എമൗണ്ട് കുറച്ചിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇനി എന്താ ചെയ്യേണ്ടത്? പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുക. ഇതാണ് കോസ്റ്റ്. ഈ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,60,000
64,262 നമ്മുടെ കോസ്റ്റ്. അതിൽ നിന്നും നമുക്ക് സ്ക്രാപ്പ് വിറ്റപ്പോൾ കിട്ടിയ 2,592 രൂപ കുറയ്ക്കുക. നമുക്ക് കിട്ടുന്നത് 1,61,670 രൂപ കിട്ടും. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? 1,61,670 എന്ന് എഴുതാം. കാരണം നമ്മുടെ കോസ്റ്റിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി പെർ യൂണിറ്റ് നമ്മൾ ഇവിടെ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 1,61,670 ഈ 3,240 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49.8981 എന്ന് കിട്ടും. എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പം ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പം 1,64,262 വരും. ഇവിടെ അത് തന്നെ 1,64,262. ഇവിടെ എല്ലാം കൂട്ടുമ്പോൾ 3,600. ഇവിടെയും 3,600. നമ്മൾ എപ്പോഴും നോക്കുക ഈ എമൗണ്ട് സൈഡ് രണ്ടും ഈക്വൽ ആണോന്ന്. ഒരു സൈഡ് കൂടി മറ്റൊരു സൈഡ് കുറവാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു അബ്നോർമൽ ലോസ് അബ്നോർമൽ ഗെയിൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയായപ്പോൾ നമ്മുടെ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ 10 കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓരോ പ്രോസസ്സിനകത്തും സെയിലും കൂടി നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പം ഇത്രയായപ്പോൾ നമ്മുടെ ഈ ഒരു മെത്തേഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലത്തെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ സെയിലും നടത്തി അതിൻ്റെ പ്രോഫിറ്റും കൂടെ ഉള്ളൊരു പ്രോബ്ലമാണ് ഇനിയുള്ളത്. അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.